ഹായ് ഓൾ. നമ്മൾ രാമായണ ട്രെയിലർ കണ്ടിരിക്കുന്നതാണ്. അതെ അതെ അതെ, രാമായണ ട്രെയിലർ കണ്ടു, അടിപൊളിയായിട്ടുണ്ടല്ലേ. അതിൻ്റെ VFX കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ടുണ്ട്, കാസ്റ്റിംഗ് അടിപൊളിയായിട്ടുണ്ട്. എൻ്റെ അഭിപ്രായം, പേഴ്സണൽ അഭിപ്രായം കേട്ടോ. ബാക്കി പലർക്കും ഈ പറഞ്ഞ പോലെ എതിർപ്പുണ്ടായിരുന്നു. പല രീതി ഇപ്പം ഡേറ്റാണ് ഞങ്ങൾ ഇപ്പോൾ 2-3 ദിവസം കഴിഞ്ഞു ഇപ്പോൾ ഓൾറെഡി. എന്നാലും നമ്മുടെ സമയം സാഹചര്യം അനുസരിച്ചല്ലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യണമെന്നൊരു ആഗ്രഹം വെച്ചിട്ട് നമ്മൾ ചെയ്യണം. VFX സൂപ്പറായിട്ടുണ്ട്, എന്ത് കാണിച്ചിരുന്ന കാര്യങ്ങളെല്ലാം സൂപ്പറായിട്ടുണ്ട് അല്ലേ. ഇനി രാമായണത്തിൽ നമ്മുടെ രാവണന്റെ കാസ്റ്റിങ് സൂപ്പറായിട്ട് കാരണം ആ ഒരു ഫൈറ്റ് സീൻ കാണിക്കുന്നുണ്ടല്ലോ അതിനകത്ത്. കുറേ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളുടെ അടുത്തോട്ട് ഓടിച്ചെന്ന് ഇടിച്ചിടുന്നു. അപ്പം യക്ഷനെ കാണുമ്പോൾ യക്ഷനായിരിക്കും ആപ്റ്റ് ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് യക്ഷനെ ഫിസിക്കൽ കാര്യങ്ങളും വെച്ച് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് എടുത്ത് കാണിക്കുക എന്ന് വെച്ചാൽ ഒരു അമാനുഷികത ഉള്ള ആളാണെന്ന് നമുക്ക് കാണാൻ പറ്റും. യക്ഷനെ കാണുമ്പോൾ തന്നെ ആ ഒരു പവർ നമുക്ക് ഫീൽ ചെയ്യും, മനസ്സിലായോ. അതുപോലെ തന്നെ സീതയുടെ കാസ്റ്റിങ് സായി പല്ലവിയാണ്. സായി പല്ലവി എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. നല്ല സുന്ദരിയായിട്ടുണ്ട് എനിക്ക് കാണാനായിട്ട്. പക്ഷേ ഇഷ്ടപ്പെടാത്ത പല ആൾക്കാരും ഉണ്ട്. നമുക്ക് ട്രെയിലർ റിയാക്ഷൻ പലതും നമ്മൾ കാണുന്നുണ്ടത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ചർച്ചാ വിഷയമാവുകയാണ്. അതിനകത്ത് രൺബീറിൻ്റെ ആയാലും സീതയായിട്ട് അഭിനയിച്ച സായി പല്ലവിയുടെ ആയാലും മിസ്കാസ്റ്റിംഗ് ആയെന്ന് പല പരാമർശങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കും തോന്നിയത് നമ്മുടെ രൺബീറിൻ്റെ തന്നെ ആയാലും കുറേ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. പറഞ്ഞതുപോലെ സഞ്ജു റോക്ക് സ്റ്റാർ, അങ്ങനെ കുറേ നല്ല അഭിനയ സാധ്യത ഉള്ള ഒരു ബർഫി അതെ. അപ്പം രൺബീറിന് അത്രത്തോളം നല്ല അഭിനയിക്കാൻ നമുക്ക് ആ കണ്ണുകളിലൂടെ ഒത്തിരി അഭിനയ സാധ്യതകൾ ആ കണ്ണുകൾ ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുന്ന ഒരു ആക്ടറാണ് രൺബീർ. അപ്പം പിന്നെ ഇതിനകത്ത് ട്രെയിലർ നമ്മൾ കണ്ടുകൊണ്ട് മാത്രം നമുക്കറിയത്തില്ല. അപ്പം സിനിമ കണ്ടാൽ നമുക്ക് ഇവര് പറഞ്ഞത് ശരിയാണോ തെറ്റാണോ ഇല്ലയോ നമുക്ക് ആധികാരികമായിട്ട് പറയാനുള്ള ട്രെയിലർ കാണുമ്പോൾ ശരിയായിരിക്കും. കാരണം ട്രെയിലറിനകത്ത് അത്ര എക്സ്പ്രഷൻസോ അങ്ങനെ ഒരു ഇമോഷണൽ സീൻസ് ജസ്റ്റ് ഒന്ന് കാണിച്ചു പോയെന്നല്ലാതെ ഇപ്പം അച്ഛനും മോനുമായിട്ടുള്ള ഇമോഷണൽ സീൻസും ജസ്റ്റ് ഒന്ന് കാണിച്ചു, ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ലല്ലോ. അത് നമ്മൾ സിനിമ കാണുമ്പോഴും നമുക്ക് അതിനകത്ത് അറിയില്ല. സിനിമ കാണുമ്പോൾ നോക്കാം, എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം നന്നായി വരട്ടെ എന്നുള്ള കാര്യം നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ എനിക്ക് പറയാനുള്ളത്, ചിലരൊക്കെ അതായത് ഞാൻ കുറച്ച് ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ രാമായണൻ ട്രെയിലറിൻ്റെ താഴെ കുറേ കമൻറ്റുകൾ ഇങ്ങനെ കണ്ടു. അപ്പോൾ ചിലരൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ രാമനും സീതയ്ക്കും വേണ്ടത്ര ഡിവിനിറ്റി പോരാ, ഇങ്ങനെ സൗന്ദര്യം പോരാ എന്നൊക്കെ ഒരുപാട് ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും ആദിപുരുഷ പോലെയല്ലേ, ആദിപുരുഷനകത്ത് VFX കാര്യങ്ങളെല്ലാം വന്ന് അത് പിന്നെ ആദിപുരുഷനകത്ത് VFX എന്ന് പറയുന്നതായിരുന്നു ഒരു വിമർശനത്തിന് വിധേയമായ കാര്യം. രാവണനെ പോലും വളരെ രസകരമായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിനകത്ത്. ഇതിൽ അങ്ങനെ VFXനെ പറ്റി നമ്മുടെ രാവണനെ കാണിച്ചപ്പോൾ ആ 10 തല എടുത്ത് കാണിച്ചിട്ടില്ല എന്തായാലും. ഇതിനകത്ത് ജസ്റ്റ് യക്ഷിനെ കാണിച്ചു. പക്ഷെ യക്ഷിനെ ആ ഒരു ഓറെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ സ്വാദ് കിട്ടണമെങ്കിൽ യഷിന്റെ പേഴ്സണാലിറ്റി കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. ഈ രാവണന്റെ ഒരു യഷിന്റെ ഒരു സെറ്റിംഗ്, ഐ മീൻ ആ താടിയും ആ കോസ്റ്റ്യൂംസ് ഒക്കെ കറക്റ്റ് ഫിറ്റായി വരുന്നുണ്ട് ഈ രാവണന്റെ കഥാപാത്രത്തിന്. സിനിമ എനിക്ക് തോന്നുന്നത് രാവണന് വേറൊരു സ്ത്രീജിതനായ രാവണൻ അല്ലാതെ വേറൊരു രീതിയിലും ഒരു പോർട്രേറ്റ് കിട്ടാൻ സാധാരണ ഒരു ഹീറോ പരിവേഷം കിട്ടാൻ സാധ്യതയുണ്ട്. അതായത് യക്ഷിനൊരു ഹീറോ, യക്ഷനല്ല രാവണനൊരു ഹീറോ പരിവേഷം എന്ന് വെച്ചാൽ അവർ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. രണ്ടുപേരും 2 പാർട്ടി കൂടെ പോകുന്ന ആൾക്കാരാണ് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. രാവണൻ വരുന്നത് എന്തിനാ? റിവെഞ്ച് ചെയ്യാൻ വേണ്ടി വരുന്നു. രാവണന്റെ റീസൺ ജെന്യുവിനാണ്. കാരണം ശൂർപ്പണഖയുടെ മൂക്ക് മുറിച്ച് അതിന് പ്രതികാരം കിട്ടാൻ വേണ്ടി വരുന്ന ഒരു സഹോദരൻ എന്ന രീതിയിലാണ് രാവണൻ വരുന്നത്. രാമൻ വരുന്നതോ തന്റെ ഭാര്യനെ തട്ടിക്കൊണ്ടുപോയ രാവണനെ യുദ്ധം ചെയ്ത് അല്ലെങ്കിൽ തിരിച്ച്
സീതനെ വരുത്താൻ വേണ്ടി പിന്നെ നമ്മളിങ്ങനെ രാമായണം പഴയ രാമായണം എന്ന് പറയുമെങ്കിൽ പോലും അതിൽ തന്നെ കുറേ വകഭേദങ്ങളുണ്ടല്ലോ. അതിൽ തന്നെ ലങ്കാലക്ഷ്മിയായിട്ട് സീത ഒരു രാമായണം മാത്രം അല്ല, വാൽമീകി രാമായണം മാത്രമല്ല നമ്മൾ പണ്ട് മുതലേ അതാണ് കൂടുതലും ഖ്യാതി നേടിയതെങ്കിലും കുറേ രാമായണങ്ങൾ വേറെയുണ്ട്. അതിലിപ്പം സീതയുടെ പേഴ്സ്പെക്റ്റീവിൽ കൂടെ പറയുന്ന രാമായണമുണ്ട്. പിന്നെ അതുപോലെ തന്നെ രാവണൻ്റെ കാര്യത്തിലായാലും ലങ്കാലക്ഷ്മിയായിട്ട് സീതയെ കണ്ടിട്ട്, അതായത് ലങ്കയുടെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് സീതയെ കൊണ്ടുവരികയാണ്, നല്ലൊരു അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള വായനകളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം എനിക്കിവിടെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആളുകൾ പറഞ്ഞതുപോലെ യൂട്യൂബിലാണെങ്കിൽ ഇങ്ങനെ രാമായണൻ ട്രെയിലറിൻ്റെ താഴെ കുറേ കമൻറ്റുകളൊക്കെ കാണുന്നുണ്ട്, അതായത് രാമൻ്റെയും സീതയുടെയും കാസ്റ്റിങ്ങിനെ പറ്റി. അപ്പോൾ അതിൽ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ യഷിൻ്റെ രൺബീറിൻ്റെ ഒരു ഇൻ്റർവ്യൂ കാണാനിടയായി. ഞാൻ ഈ രാമായണൻ ട്രെയിലർ കഴിഞ്ഞിട്ട് അവരുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ യഷ് പറയുന്നുണ്ട്, എടുത്തു പറയുന്നുണ്ട്, യഷിൻ്റെ രാവണൻ എന്നുള്ള ക്യാരക്ടറിനേക്കാൾ കൂടുതൽ പ്രയാസം രൺബീർ അവതരിപ്പിക്കുന്ന രാമൻ എന്നുള്ളൊരു കഥാപാത്രത്തിനായിരിക്കും. കാരണം കുറച്ചുകൂടെ മിതത്വമുള്ള ഒരു അഭിനയ ശൈലി വേണ്ട ഒരു കഥാപാത്രമാണ് രാമൻ്റെ കഥാപാത്രം. കാരണം നമ്മൾ കണ്ടുപഴകിയ രാവണൻ്റെ വ്യാഖ്യാനങ്ങളിലെല്ലാം അത് നിഴലിക്കുന്നുണ്ട്. രാമന് മാത്രം രാവണന് ഈ പറഞ്ഞ ഇമോഷണൽ സീൻസ് വന്നു കഴിഞ്ഞാൽ അത് യശ് അത് എങ്ങനെ ചെയ്തെടുക്കുന്നു നമുക്ക് രസകരമായ കാര്യമായിരിക്കും അത് കാണുമ്പോഴേ. ചിലപ്പം ചില പർട്ടിക്കുലർ സീൻസ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. മേ ബി നമുക്ക് നോക്കാം. ചില ഇമോഷൻ അപ്പൊ രാവണനെ നമ്മൾ പണ്ടുതൊട്ടേ കാണുന്നത് അസുരൻ എന്ന രീതിയിൽ ആൾക്ക് എപ്പോഴും ഒരു ഭീകരത മാത്രമേ ഉള്ളൂ എന്ന രീതിയിലായിരിക്കും ഇത്രയും നാൾ നമ്മൾ കണ്ടു. അല്ലാണ്ട് കണ്ടിട്ടുണ്ട് രാവണനെ നമ്മുടെ ഒരു ദൈവമായിട്ട് കാണുന്ന ഹീറോ ആയിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. തമിഴ്നാട്ടിലൊക്കെ നമുക്ക് രാവണന്റെ അമ്പലങ്ങളുണ്ട്. നമുക്ക് സിനിമ കാണുമ്പോൾ നമുക്കറിയാം. സിനിമയ്ക്കകത്ത് അങ്ങനെ സിറ്റുവേഷൻസ് ഇപ്പൊ പല വില്ലൻസിനും നല്ല ഇമോഷണൽ സീൻസ് കൊടുക്കുന്ന കാലഘട്ടമാണ് നമുക്കിപ്പോൾ. ഇപ്പം മമ്മൂക്കയാണേലും വില്ലനായിട്ട് വന്ന് ഇമോഷണലി ക്യാരക്ടറായിട്ട് ചെയ്ത ഇഷ്ടംപോലെ സിനിമകളുണ്ട്. അതുപോലെ വിഷിനും അതുപോലത്തെ ഒരു സീൻ വന്നാൽ രസമായിരിക്കും. നമുക്ക് എനിക്കാണൊരു പ്രതീക്ഷയുണ്ട്. കാരണം രാവണൻ നമുക്ക് വില്ലനായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ഞാൻ പേഴ്സണലി എനിക്ക് രാവണനെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ രാവണന് അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്ന സിനിമയ്ക്ക് വേറൊരു തലം വരും. രാവണൻ ഒരു ഇമോഷണൽ സീൻ നല്ല ഉദ്ദേശിക്കുന്ന ഒരു ക്യാരക്ടർ ആയിട്ട് നമുക്ക് ഇമോഷൻസ് ഒത്തിരി കാണിക്കാൻ പറ്റുന്ന കുറച്ച് സീൻസ് വന്നു സിനിമ ഇച്ചിരി കൂടെ രസകരമാവും. രാമൻ ഇമോഷണൽ സീൻസ് അല്ലെങ്കിൽ രാമന്റെ ഇമോഷൻസ് ബാക്കി സീത ലക്ഷ്മണന്റെ ഇമോഷൻസ് ഒക്കെ നമ്മൾ. പക്ഷെ രാവണന്റെ നമ്മൾ ഇത്ര നാൾ കണ്ടേക്കുന്ന ഒരു എപ്പോഴും യൂഹർന്ന് പറഞ്ഞ നമ്മൾ ഈ എന്താ പറയാ വില്ലൻ ഒരു അസുര ക്യാരക്ടർ. പക്ഷെ അങ്ങനെ ഒരു പറഞ്ഞ അങ്ങനെ ഒരു രീതിയിൽ രാവണനെ പോർട്രേ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അപ്പം കഥാതന്തുവിനെ മാറ്റേണ്ടി വരും. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീജിതനായ ഒരു രാവണനെ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം സീതേനെയൊക്കെ അബ്ഡക്ട് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു രണ്ടുപേരും രണ്ട് പാർട്ടിക്കോട്ട് വരുന്ന രണ്ടുപേർക്കും രണ്ട് റീസൺസും ഉണ്ട്. നമുക്ക് രാവണന്റെ റീസൺ ജെനുവിൻ ആണ് അതിനകത്ത്. അപ്പൊ രാവണനെ വേണമെന്നുണ്ടെങ്കിൽ നല്ല ക്യാരക്ടറായിട്ട് നല്ല ക്യാരക്ടർ നല്ല ഉദ്ദേശിക്കുന്ന ഇമോഷൻസ് കുറച്ചും കൂടെ കാണിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു സങ്കല്പത്തിലേക്ക് രാവണനെ എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഒരു മോഡേൺ രീതിയിൽ നമ്മൾ അതിനെ അനുകൂലിക്കണം. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയാവുന്നത് മണിരത്നത്തിന്റെ ഒരു സിനിമ രാവൺ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റുള്ള ഒരു മൂവിയാണ്. അതിനകത്ത് രാവണനെ നായകനായിട്ട് അവതരിപ്പിച്ചിട്ടുമുണ്ട്. എന്നാൽ ആ സീതയുടെ പ്രാധാന്യം ഒട്ടും കുറച്ച് കാണിക്കുന്നില്ല. ആ സീതയെ എന്തുകൊണ്ട് തട്ടിക്കൊണ്ടു പോയി എന്നതിന് ന്യായീകരിക്കുന്ന കാര്യങ്ങൾ നമുക്കും അത് മനസ്സിലാവുക. അത് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് അത് സംഭവിച്ചിരിക്കുന്നത്. അപ്പം അത് ജസ്റ്റിഫൈഡ് ആവും. പക്ഷേ പഴയ മിത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു സ്ത്രീജിതനായ രാവണൻ ഒരു സ്ത്രീയെ തട്ടിക്കൊണ്ടു പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത്ര ആക്സെപ്റ്റബിൾ അല്ല. എനിക്ക് തോന്നുന്നില്ല അത് അങ്ങനെ ആയിരിക്കും എന്ന് തോന്നുന്നു. എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് സിനിമ വരട്ടെ. പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട്, പല രീതിയിലുള്ള വിമർശനങ്ങളുണ്ട്. പേഴ്സണലി എനിക്ക് സീതയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. സായി പല്ലവി കാസ്റ്റിങ് കുഴപ്പമില്ലാതെ ഇഷ്ടപ്പെട്ടു പേഴ്സണലി. പിന്നെ രൺബീറിന്റെ കാര്യം പ്രശ്നങ്ങൾ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സിനിമ കാണുമ്പോൾ അറിയാം ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത്.
സിനിമ അങ്ങനെയുള്ള ഒരു മീഡിയമാണ്. ഒത്തിരിയും സ്വതന്ത്രമായിട്ടുള്ള ചിന്തകൾ ഒത്തിരി പേർക്കും വേറിട്ട സിനിമാനുഭവങ്ങളാണ് നൽകുന്നത്. ഒരുപാട് പേർക്ക് ഒരുപാട് വിമർശനങ്ങൾ നൽകാൻ ഇടയുള്ള ഒരു മാധ്യമമാണ് സിനിമ എന്ന് പറയുന്നത്. ഇതിപ്പോ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ പേഴ്സണൽ ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ അത് വളരെ ഓപ്പൺ ആയിട്ട് നമ്മൾ സംസാരിക്കുന്നതേ ഉള്ളൂ. ഇവിടെ നമ്മൾ നാളെ തർക്കിക്കുകയല്ല, നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കുക. അത് നിങ്ങളും കൂടെ അറിയണം എന്നുള്ള രീതിയിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അല്ലാതെ വേറൊരു ഗരുഡനെ കാണിച്ചിട്ടുണ്ട്. VFX നന്നായിട്ടുണ്ട്. നമ്മളൊരു ഇപ്പൊ ഫൈറ്റ് യുദ്ധം കാണിക്കുകയാണെങ്കിൽ തന്നെ ഒരു യുദ്ധ സീൻ കാണിക്കുന്നത് നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസ് കാണിക്കുന്ന പോലെ തന്നെ ഏതാണ്ട് ആ ഒരു രീതിയിൽ വന്നിട്ടുണ്ട്. ബാക്കി എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സീനും ഈ പറഞ്ഞതുപോലെ ഗരുഡനെ രാവണൻ, അത് ആ സീൻ ഇപ്പൊ ആ ട്രെയിലർ ആകമാനം തന്നെ എടുത്തു നോക്കിയാലും ആ ഒരു സീൻ പെട്ടെന്ന് നമ്മുടെ മെമ്മറിയിലോട്ട് വരും. ആ ഗരുഡന്റെയും ആ ഒരു ക്ലാഷ് എന്ന് പറയുന്നത് അതിപ്പോ പക്കയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെയുള്ള വിഷയം എന്താന്ന് വെച്ചാൽ ഹനുമാനെ കാണിച്ചിട്ടില്ല. നമുക്ക് രാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമന്റെ കൂടെ ഹനുമാൻ വേണം. നമ്മൾ ശരിക്കും ഹീറോ ആവുന്നവരാ. എനിക്ക് രാമനേക്കാളും കൂടുതൽ ഇഷ്ടം ഹനുമാനെയാണ്. അത് അങ്ങനെ ആയിരിക്കും. പക്ഷെ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് വെച്ചാൽ ചിലപ്പോൾ അത് ആ ഡയറക്ടറിന്റെ ചോയ്സ് ആയിരിക്കും. നമുക്കൊരു സർപ്രൈസ് എലമെന്റ് തന്നിട്ട് രാവണനെ സ്ക്രീനിൽ കാണിക്കാൻ വേണ്ടി ഞാൻ കുറ്റമായിട്ട് പറഞ്ഞതല്ല. പക്ഷെ ഒരു ആഗ്രഹം നമുക്ക് ബോധ്യമുണ്ട്. നമുക്ക് രാമായണം എന്ന് പറയുമ്പോൾ ഹനുമാനുണ്ട് ഇല്ല, പക്ഷെ കാണിച്ചിട്ടില്ല. ആരായിരിക്കും ഹനുമാനായിട്ട് വരുന്നത് നമുക്കൊരു ഊഹമുണ്ട് ആരായിരിക്കും വരുന്നതെന്നുള്ളത്. എന്നാലും അത് ആ ആളുടെ രൂപത്തിൽ നമുക്കത് കാണണം എന്നുള്ളൊരു ഇത് കുമാരനെ കാണിച്ചിട്ടുണ്ട്, ബാക്കി എല്ലാവരും തന്നെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഹനുമാൻ എന്തുകൊണ്ട് കാണിച്ചില്ല? എന്തായാലും രൺബീറിന്റെ കാസ്റ്റിങ്ങിനെ പറ്റിയിട്ടായാൽ പോലും ഇത്രയും മിതമായിട്ട് അഭിനയിക്കേണ്ട ഒരു റോളാണ് രാമൻ. അത്ര ലൗഡായിട്ടുള്ള ഒരു ക്യാരക്ടർ അല്ല. അപ്പൊ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് നമുക്ക് തോന്നുന്നു ട്രെയിലർ കണ്ടിട്ട്. ഈ പറഞ്ഞ കാസ്റ്റിങ്ങിന്റെ കാര്യത്തിൽ മാത്രമല്ല പരാതി ഉള്ളത്, അല്ലാണ്ട് സിനിമ ഇറക്കിയ സമയത്തിന് വരെ പരാതിയുള്ള ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ. 4 നടക്കുന്ന മുഴുവൻ 4 ബാക്കിയുള്ള സിനിമ 4 നടക്കുന്നുണ്ടല്ലോ. 4 നടക്കുന്നുണ്ടെന്ന് പരാതി പറയുന്ന ആൾക്കാരുണ്ട്. അത് പറഞ്ഞ പോലെ എന്താ പറയുക, വിശ്വാസപരമായ കാര്യങ്ങൾ കൊണ്ടാണ് ഇറക്കിയതായിരിക്കാം, അല്ലായിരിക്കാം. അതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ. അതെ, മാത്രമല്ല ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല. നമ്മുടെ ഒരു വിശ്വാസങ്ങളോ അങ്ങനെയുള്ള ഒരു സിനിമയുമായിട്ട് കോർത്തിണക്കിൽ അത്ര കണ്ട് അങ്ങ് വിമർശന വിധേയമാക്കണമെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ട്രെയിലർ ഇറക്കുന്നതിന് മുമ്പ് തന്നെ ആ സമയത്തിന് വിമർശിക്കുന്ന ആവശ്യമുണ്ട്. അത് ഓരോരുത്തരും ഇഷ്ടമാണ്. നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ചിലർ കാണുന്ന പെർസ്പെക്റ്റീവ് അങ്ങനെയായിരിക്കും, നമ്മൾ കാണുന്ന പെർസ്പെക്റ്റീവ് ഇങ്ങനെയാണ്. എന്തായാലും നമ്മൾ ലേറ്റായി എന്നിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന നമുക്ക് തോന്നിയ അഭിപ്രായങ്ങൾ നമ്മൾ പറയാന്നേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഓരോ വ്യക്തികൾക്കും ഓരോ താല്പര്യങ്ങളായിരിക്കും. എന്തിനെ പറ്റിയായിട്ടുള്ളതിലും ഓരോ കാര്യങ്ങളെ പറ്റി ഓരോ വീക്ഷണങ്ങളായിരിക്കും ഓരോരുത്തർക്കുള്ളത്. അപ്പം അത് വെച്ചിട്ട് അവരുടെ ആ ഒരു താല്പര്യങ്ങൾ അനുസരിച്ച് ഒരു സിനിമ ഇറക്കിയെന്ന് പറഞ്ഞാൽ കാണുന്നവർ കാണട്ടെ അല്ലേ, ഇഷ്ടപ്പെടാത്തവർ കാണണ്ട എന്നുള്ള രീതിക്ക് നമുക്ക് പറയാൻ പറ്റും. എല്ലാവരും ഒരുപോലെ ഇരിക്കണം, എല്ലാവരുടെയും താല്പര്യങ്ങൾ ഒരുപോലെയാണോ എന്ന് നമുക്ക് ശടിക്കാൻ പറ്റത്തില്ലല്ലോ. എന്തായാലും സിനിമ വരട്ടെ. സിനിമ 2 പാട്ടായിട്ടാണ് വരുന്നത്. ഡേറ്റ് ശ്രദ്ധിച്ചില്ല. എന്ത് തന്നെ ആയിക്കോട്ടെ, നല്ല സിനിമയാണെന്നുണ്ടെങ്കിൽ ട്രെയിലറിന്റെ വിമർശനങ്ങൾക്കൊക്കെ അതീതമായി പോകുന്ന നല്ലൊരു സിനിമാനുഭവമാണെങ്കിൽ എല്ലാവരും അത് ഇഷ്ടപ്പെടും. അത് നമ്മൾക്കറിയാലോ, എല്ലാവരും ഇഷ്ടപ്പെടും. വിമർശനങ്ങൾക്ക് അതീതമായി അത് നല്ലൊരു സിനിമയായി മാറട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അപ്പം എല്ലാവരും നമ്മളും തിയേറ്ററിൽ പോയി കാണുന്നതായിരിക്കും, റിവ്യൂ ഇടുന്നതായിരിക്കും. എൻജോയ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നമുക്കാണെന്നുണ്ടെങ്കിൽ കുറേ നമ്മൾ ഇപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ വീഡിയോ ഇടാനായിട്ട്. കുറേ ലൈക്കുകളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ നമുക്ക് ഉയർന്നു വരാൻ പറ്റൂ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതെ, സബ്സ്ക്രിപ്ഷൻസ് ഇല്ല. സപ്പോർട്ട് ചെയ്യുക.